ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു മുട്ട കബാബിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ മുട്ട കബാബിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പാനൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടെ ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ഇഞ്ചൊക്കെ വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ. ഒരു 3 പച്ചമുളക് 3 കൂടെ നേരിയതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചതച്ചതാണ്. ഇനി 3 കൂടെ പേസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയ സൈസിലുള്ള 3 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ 4 എണ്ണം വരെ എടുക്കുക. എന്നിട്ട് അത് നേരിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉള്ളി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. അടച്ച് വെച്ച് കൊടുക്കണ്ട കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉള്ളിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒരു ലൂസായിട്ടുള്ള പരുവത്തിലാവും നമുക്ക് മാവുണ്ടാവുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അരിവ് കുറവുള്ളതാണെങ്കിൽ 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഗരം മസാലപ്പൊടിക്ക് പകരം ചിക്കൻ മസാല ആയാലും ബിരിയാണി മസാല ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം സോയാ സോസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ സോയാ സോസ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കയ്യിലുള്ളതുകൊണ്ട് ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ന് കരുതി ഓവർ ആവരുത് കേട്ടോ അതൊന്നും. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 2 വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തോലൊക്കെ കളഞ്ഞ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചെറിയതാണെങ്കിൽ 3 എണ്ണം വരെ എടുക്കുക. ഞാനിപ്പോൾ വലിയതായതുകൊണ്ട് ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും കൂടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, വഴറ്റിയെടുക്കുക. നമ്മൾ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കുമ്പോൾ ചെയ്തെടുക്കില്ല, ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കുക. ചിക്കനൊന്നും ഇല്ലയെന്ന് മാത്രം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ചൂടാറിയിട്ട് വേണം അതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഇതിവിടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 5 കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓരോ കോഴിമുട്ട എടുത്തിട്ട് 4 പീസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഞാനിപ്പോൾ 4 മുട്ടയും 4 പീസാക്കിയിട്ട് 5 മുട്ടയും 4 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് റസ്ക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റസ്ക് പൊടി കയ്യിലില്ലെങ്കിൽ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ലൂസ് കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കുക. ഇതിന് പകരം മുട്ട എടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. കോഴിമുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കത് ഷേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ടെടുക്കുക. അതിനുശേഷം നമ്മുടെ കൈൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് ഓരോ പീസ് മുട്ട എടുത്തിട്ട് നമുക്ക് മുട്ടയൊന്ന് കവറാവുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കട്ടെ. സിമ്പിളാണ് കേട്ടോ. ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഉണ്ടല്ലോ ഇതുപോലെ 2 കൈയും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മുട്ടയൊന്ന് കവറാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്തെടുക്കുന്ന പോലെ 2 കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോൺഫ്ലവറിൻ്റെ മിക്സിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ റസ്ക് പൊടിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഒരു കൈ കൊണ്ട് കോൺഫ്ലവറിൻ്റെ മിക്സിലും ഒരു കൈ കൊണ്ട് റസ്ക് പൊടിയിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തമായിട്ട് തന്നെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാൻ, പെട്ടെന്ന് തന്നെ കഴിയും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി കഴിക്കാൻ. ഇനിയിപ്പോൾ ചിക്കനൊക്കെ വേവിച്ചതൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മസാലയുടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തിൽ ചിക്കനും കൂടെ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ആകും കേട്ടോ. ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടെടുക്കുക. ഇനിയിപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ റസ്ക് പൊടിയിലും ബ്രെഡ് പൊടിയിലൊക്കെ കോട്ട് ചെയ്തിട്ടെടുക്കുന്ന സ്നാക്കൊന്നും ഓവർ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. കാരണം ഓയിൽ അതിൽ റസ്ക് പൊടി ആയാലും ബ്രെഡ് പൊടി ആയാലൊക്കെ അതിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഓയിൽ മൊത്തമായിട്ട് തന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഓയിൽ ചെറിയ പാത്രം എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതാവും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഫ്രൈ ആക്കി വരുമ്പോൾ. അപ്പോൾ ഉണ്ടല്ലോ അത് മൊത്തമായിട്ട് തന്നെ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുന്ന സമയത്ത്. ഇപ്പോൾ നോമ്പായതുകൊണ്ടാണ് കഴിച്ച് കാണിക്കാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മുട്ട കബാബിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.